Hi everyone. Today we are going to study about the class number 12 engineering graphics related with some problems section of solids. Okay, in the previous class we were discussed about this engineering graphics and selection of section of solids and problems discuss ചെയ്തിരുന്നു, and we will continue with that actually. Okay, so in this one the problem 3, the last class PowerPoint നമ്മൾ problem 3 ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രോബ്ലം 3 ഡിസ്കസ് ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ അതിൽ ടൈം കുറച്ച് പ്രോബ്ലമാണ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ നിങ്ങളോട് ഇത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഇത് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ ഈ ഒരു പ്രോബ്ലം ഒന്നുകൂടെ ചെയ്യുകയാണ്. ഓക്കെ, സോ ഇൻ ദിസ് പ്രോബ്ലം നമുക്ക് പ്രോബ്ലം ഒന്ന് വായിച്ചു നോക്കാം. A cone base 50 mm diameter and axis 55 mm long is resting on the ground on its base. It is cut by a section plane perpendicular to both HP and VP and 6 mm away from the axis. Show the sectional side view and mark the height of the section H. Okay, so ഈ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് നോക്കി നോക്കാം. So in the first question, this question, a cone which is having a base of 50 mm diameter. So യൂഷ്വലി നിങ്ങൾക്കറിയാം, കോൺ എന്ന് പറയുന്നതിന് ഒരു ബേസ് ഏതായിരിക്കും, ഒരു സർക്കിൾ ആയിരിക്കും. അതിനൊരു ഡയമീറ്റർ നമ്മൾ കൊടുക്കുന്നുണ്ട് 50 mm. അതുകൂടാതെ അതിനൊരു ആക്സിസ് ഹൈറ്റ് ഉണ്ടായിരിക്കും 55 mm ലോങ്. ഓക്കെ, നീളത്തിലുള്ളൊരു ആക്സിസ് ഹൈറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അതുകൂടാതെ വിച്ച് ഈസ് റെസ്റ്റിംഗ് ഓൺ എ ഗ്രൗണ്ട് ഓൺ ഇറ്റ്സ് ബേസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം HP. ഓക്കെ, ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനുമാണ്. അതിൽ ദ വിൽ ബി ഹൊറിസോണ്ടൽ പ്ലെയിനിൽ അത് റെസ്റ്റ് ചെയ്യാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു കോൺ ഐസ്ക്രീം ഉണ്ട് വിചാരിക്കുക. ഈ കോൺ ഐസ്ക്രീമിന് അത് നിങ്ങൾ ഐസ്ക്രീം മാറ്റിക്കളഞ്ഞിട്ട് ആ കോൺ ജസ്റ്റ് കോൺ എടുത്തെങ്ങാണ്ട് നിങ്ങൾ ആ ബേസ് എടുത്തെങ്ങാണ്ട് ഒരു പ്രതലത്തിൽ വെക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സർഫസിൻ്റെ മുകളിൽ വെക്കുകയാണ്. ഓക്കെ, അതായിരിക്കും ഇപ്പോഴത്തെ സ്റ്റേജ്. Now it is cut by a section plane perpendicular to both HP and VP. സോ ഇപ്പോൾ തന്നെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് സെക്ഷൻ പ്ലെയിൻ യൂസ് ചെയ്തിട്ട് അത് HP-ക്കും അതുപോലെ തന്നെ VP-ക്കും പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്യുക എന്നുള്ളത്. സോ HP-ക്കും VP-ക്കും പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? യെസ്, എക്സാക്ട്ലി നമുക്ക് ഒരു അതായത് 90 ഡിഗ്രി ആംഗിൾ വെച്ചിട്ട് നമ്മൾ ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിലൊരു കാർഡ്ബോർഡ് ഉണ്ടെന്ന് വിചാരിക്കാം. സോ ഈ കാർഡ്ബോർഡ് നമ്മൾ VP പ്ലെയിനും അതുപോലെ തന്നെ HP പ്ലെയിനും വരച്ചിട്ട് അതിന് സെൻട്രലായിട്ട് വെക്കാം. അതായത് ഏകദേശം ഒരു VP പ്ലെയിൻ ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു VP പ്ലെയിനും അതുപോലെ തന്നെ ഒരു HP പ്ലെയിനും നിങ്ങൾക്ക് കാണാം. സോ അതിന് പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ വെക്കുന്ന മാതിരി ഇങ്ങനെയായിരിക്കും വെക്കേണ്ടത്. അതായത് പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ വെക്കുക. ഓക്കെ, രണ്ടിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. VP-ക്കും പെർപെൻഡിക്കുലർ ആയിരിക്കണം, അതുപോലെ തന്നെ HP-ക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ HP-ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ HP-ക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും. VP-ക്ക് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നേരെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഫ്രണ്ട് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും VP-ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഇതുപോലെ നിൽക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, സോ അങ്ങനത്തെ ഒരു പ്ലെയിൻ നമ്മൾ വെക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 3 ഡയമെൻഷനിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു മതിലെടുക്കുകയാണ്. ഒരു മതിലിൻ്റെ സൈഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 3, അതായത് താഴത്ത് നമ്മൾ ഗ്രൗണ്ട് അതുപോലെ തന്നെ നമ്മൾ വോൾസ്, അതിൽ 2 വോൾസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു വോൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? യെസ്, മറ്റേ വോളിന് പെർപെൻഡിക്കുലർ 90 ഡിഗ്രി ആംഗിൾ ആയിരിക്കും നിങ്ങൾക്ക് നിർത്തിയിട്ടുണ്ടാവും അല്ലേ. സോ അതുപോലെ 90 ഡിഗ്രി ആംഗിൾ, അതായത് മ്യൂച്വലി പെർപെൻഡിക്കുലർ, അതായത് 3 ആംഗിളും മ്യൂച്വലി പെർപെൻഡിക്കുലർ എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ഈ ഒരു നമ്മുടെ ഒരു സെക്ഷൻ പ്ലെയിൻ അവിടെ വയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുകൂടാതെ അതിൽ പറയുന്നുണ്ട് ബോത്ത് പെർപെൻഡിക്കുലർ VP ആൻഡ് 6 mm അവേ ഫ്രം ദി ആക്സിസ്. ഓക്കെ, ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ആക്സിസ്, അതായത് ഈ ഒരു കോണിൻ്റെ സെൻട്രൽ ആക്സിസ് പോയിന്റിൽ നിന്ന് 6 mm അവേ നിങ്ങൾ പറയുന്നുണ്ട്. 6 mm ഡിസ്റ്റൻസ് എടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു പ്ലെയിൻ വരയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഒരു നമ്മുടെ സെക്ഷണൽ പ്ലെയിൻ വെക്കാൻ വേണ്ടിയിട്ട് ഒരു 6 mm ഡിസ്റ്റൻസ്, ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഫിഗറിൽ ഞാൻ പോയിന്റ് ചെയ്തിട്ടുണ്ട്. 6 mm അവേ എന്നുള്ള രീതിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. സോ നൗ ദെയർ വിൽ ബി എ സെക്ഷണൽ സൈഡ് വ്യൂ ഓൾസോ യു ഹാവ് ടു ഡ്രോ. നോട്ട് ഓൺലി ദ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂ മാത്രം പോരാ, യു ഹാവ് ടു ഡ്രോ എ സെക്ഷണൽ സൈഡ് വ്യൂ ഓൾസോ ആൻഡ് മാർക്ക് ദ ഹൈറ്റ് ഓഫ് ദി സെക്ഷൻ H. സോ വാട്ട് വിൽ ബി ദ സെക്ഷണൽ ഹൈറ്റ്? ഓക്കെ, സെക്ഷൻ, അതായത് നമ്മളെ സെക്ഷൻ്റെ ഹൈറ്റ് എത്രയാണെന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇപ്പം നമുക്കറിയാം അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കട്ട് ചെയ്ത രൂപം നമ്മളുടെ സൈഡ് വ്യൂവിലാണ് കാണിക്കുന്നത്. ആ സൈഡ് വ്യൂവിൽ കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് അതിൻ്റെ ഹൈറ്റ് എത്രയാണെന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചത്. H എന്നുള്ളതിൻ്റെ ഹൈറ്റ് എത്രയാണെന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലുള്ളത്. സോ കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നിങ്ങൾക്കറിയാം ഒരു സർക്കുലർ ബേസ് ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഒരു അപ്പെക്സ് ഉണ്ടായിരിക്കും, അപ്പെക്സ് പോയിന്റ് ഉണ്ടായിരിക്കും. സോ ഇനീഷ്യലി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ XY ലൈൻ വരയ്ക്കുക. ആദ്യം XY ലൈൻ വരയ്ക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബേസ് എന്ന് പറയുന്നത് ആ ഒരു സർക്കുലർ ഡയമീറ്റർ എന്ന് പറയുന്നത് എവിടെയാണ് നിൽക്കുന്നത്? HP-യിലാണ്. സോ നമ്മൾ HP പോർഷനിൽ ഒരു സർക്കിൾ വരയ്ക്കാം വിത്ത് ഹാവിങ് എ 50 mm ഡയമീറ്റർ. 50 mm ഡയമീറ്ററിൽ നമ്മളൊരു സർക്കിൾ വരച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം?
യെസ്, ആ സർക്കിളിനെ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഇഷ്ടപ്രകാരം രീതിയിൽ 5 അല്ലെങ്കിൽ 8 അല്ലെങ്കിൽ എത്ര വെച്ചാൽ അത് വെച്ച് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സോ യു ഹാവ് ടു ഡിവൈഡ് ദാറ്റ് വൺ, ഈക്വലി ഡിവൈഡ് ചെയ്യാം. ഈക്വലി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? യെസ്, ഈക്വലി ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് 1 2 3 4 5 6 7 8 നമ്പേഴ്സായിട്ട് നമ്മൾ ഈക്വലി ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിന് നെയിമിംഗ് കൊടുക്കുക. 1 2 3 4 5 6 എന്ന് പറഞ്ഞ നെയിമിംഗ് കൊടുത്തു. അതുപോലെ തന്നെ അതിൻ്റെ സെൻറ്റർ പോയിൻറ്റിന് O എന്ന് പറയുന്ന പോയിന്റ് പേര് കൊടുക്കണം. ആ സെൻറ്റർ പോയിന്റ് എന്ന് പറയുന്നത് പോയിന്റ് മുകളിലുള്ള അപ്പെക്സിനാണ് നമ്മൾ O എന്നുള്ള പേര് കൊടുക്കുന്നത്. താഴത്തുള്ള ബേസിന് നമ്മൾ P എന്നുള്ള പേര് കൊടുക്കുന്നു. അതുകൊണ്ടാണ് P ബ്രാക്കറ്റിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? അതിന് വെർട്ടിക്കൽ ലൈൻസ് ഓരോ പോയിന്റിൽ നിന്നും മുകളിലേക്ക് നമ്മൾ വരയ്ക്കുക. അതായത് 1ൽ നിന്ന് ഇവിടെ XY ലൈനിലേക്ക് നമ്മൾ വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കുക. ഓക്കെ, ഓരോ വെർട്ടിക്കൽ ലൈൻസ് വരച്ചു. 4ൽ നിന്നും 1ൽ നിന്നും 2ൽ നിന്നൊക്കെ വെർട്ടിക്കൽ ലൈൻസ് വരച്ചു. ആ പോയിന്റ് 1' അതുപോലെ തന്നെ 5' ഇവിടെ മാർക്ക് ചെയ്തു. ദെൻ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ 1' മുതൽ ഇവിടെ നമുക്ക് സെൻട്രൽ പോയിന്റ് O എന്ന് പറഞ്ഞിട്ടില്ലേ, ഈ O നമ്മൾ സെൻട്രൽ ലൈൻ എങ്ങനെയാണ് ചെയിൻ ലൈൻസ് വരച്ചതിന് ശേഷം O' ഇവിടെ മാർക്ക് ചെയ്യുക. ഈ O' ഹൈറ്റ് എത്രയായിരിക്കും? 55 എന്നാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ യു ഹാവ് ടു ഡ്രോ എ 55 mm ഹൈറ്റ് വിച്ച് ഈസ് ഹാവിങ് എ പോയിന്റ് വിച്ച് ഈസ് O' എന്നുള്ള പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യാം. ദെൻ യു മീറ്റ് ഓൾ ദീസ് പോയിൻറ്റ്സ്, എല്ലാ പോയിൻറ്റ്സുകളുടെയും ലൈൻസ് വരച്ചിട്ട് O' അത് മീറ്റ് ചെയ്യുക. ഓക്കെ, നൗ സോ O' എത്തിക്കഴിഞ്ഞു. ഇനി ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അപ്പോൾ ഇപ്പം നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വ്യൂവും കിട്ടിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അതിൻ്റെ ടോപ്പ് വ്യൂവും കിട്ടിക്കഴിഞ്ഞു. നൗ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് യു ഹാവ് ടു ഡ്രോ എ sectional plane which is perpendicular to both HP and VP which is 6 mm away from the axis ആണ്. ഓക്കെ, സോ ഫ്രം ദി ആക്സിസ് എന്ന് പറയുന്നത് O പോയിൻ്റ് ആണ്, സെൻട്രൽ പോയിന്റ്. ഇവിടെ നിന്ന് 6 mm away ഇവിടെ നിന്ന് എടുക്കുക, നീളത്തിലെടുക്കുക. അവിടുന്ന് ഒരു ആക്സിസ് ഹൈറ്റ് നിങ്ങൾ വരയ്ക്കുക. ഓക്കെ, ഒരു ലെങ്ത്ത്, അതായത് ഒരു VT എന്ന് പറയും. ആക്ച്വലി നമ്മൾ VTയിലാണ് സൂചിപ്പിക്കുന്നത്. VT എന്നുള്ളത് നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ HT എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ടോപ്പ് വ്യൂവിൽ നമുക്ക് കാണിക്കാം. HT എന്ന് പറഞ്ഞിട്ട്, അതായത് നിങ്ങളുടെ കയ്യിലൊരു കോണുണ്ട്. നിങ്ങൾ പ്രാക്ടിക്കൽ വേയിൽ നിങ്ങൾ തിങ്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു മേശയുണ്ട്. മേശേൻ്റെ തൊട്ടടുത്തൊരു സർഫസ്, അതൊരു വോളുണ്ട്. വോളിൻ്റെ അടുത്ത് തന്നെ ഒരു മേശ വെച്ചിരിക്കുന്നു. ആ മേശേൻ്റെ മുകളിൽ നിങ്ങളൊരു കോണ് കമത്തി വെക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കോണിൻ്റെ ഒരു സെൻറ്റർ പോയിൻ്റ്, അതായത് കോണിൻ്റെ ആ ഒരു ടോപ്പ് പോയിന്റിൽ നിന്ന് ഒരു സൈഡിലേക്ക്, അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് നിങ്ങളൊരു 6 mm എടുത്തിട്ട് നിങ്ങൾ ഒരു കത്തി ഉപയോഗിച്ച് മുറിക്കുകയാണ് ആക്ച്വലി. ഓക്കെ, ഒരു 6 mm നീളത്തിലെടുത്തതിന് ശേഷം 6 mm ഡിസ്റ്റൻസ് എടുത്ത് മാറ്റിയതിന് ശേഷം ജസ്റ്റ് ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു സെക്ഷൻ പ്ലെയിൻ എടുത്തെങ്ങാണ്ട് നിങ്ങൾ കട്ട് ചെയ്യുക. കട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? സോ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സെക്ഷൻ കിട്ടും അല്ലേ, ഒരു സെക്ഷൻ അവിടെ സൈഡിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ആ റിമൂവ് ചെയ്ത സെക്ഷൻ്റെ ആ ഒരു പാർട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കേണ്ടത്. സോ ഇവിടെ നിങ്ങൾ ആ കട്ട് ചെയ്ത് കഴിയുന്ന ആ ഒരു പ്ലെയിനാണ് ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്നത്. കട്ടിംഗ് പ്ലെയിനാണ് നിങ്ങൾക്ക് VT എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇൻ ദ ഫ്രണ്ട് വ്യൂവിൽ VT എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടോപ്പ് വ്യൂവിൽ നിങ്ങൾക്ക് HT എന്ന് പറഞ്ഞിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ HT ആദ്യം വരയ്ക്കുക. എന്നിട്ട് അതിൽ ഓരോ പോയിന്റുകൾ, അതായത് നമ്മളിപ്പം ഇവിടെ ഡിവൈഡ് ചെയ്ത ആ പോയിന്റുകളുണ്ടല്ലോ, ഈ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ പോയിന്റുകൾ നമ്മളിവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ മാർക്ക് ചെയ്യുക. ഈ പോയിന്റ് C, അതുപോലെ തന്നെ B എന്ന് പറയുന്ന C എന്ന് പറയുന്ന പോയിന്റാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. ഇതിലേക്ക് ഈ ഒരു പോയിന്റിലും B എന്ന് പറയുന്ന പോയിന്റ് നമുക്കറിയാം ഇവിടെ നിന്ന് വരുന്ന ആക്സിസിലാണ്. ആ ലൈനിന്ന് സ്ട്രൈറ്റ് ആയിട്ട് B എന്നുള്ള പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ 2 പോയിന്റ് നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞു. ഈ 2 പോയിന്റ് നിങ്ങൾ ഈ 2 ലൈൻസിലും മാർക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, താഴോട്ടും മാർക്ക് ചെയ്ത് വെക്കുക. ഓരോ പോയിന്റുകൾ നിങ്ങളിവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ സിയിലൊരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞു, ബിയിലൊരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളത് VPയിലാണെങ്കിൽ C' ആൻഡ് B', അതുപോലെ തന്നെ HPയിലാണെങ്കിൽ അത് CB എന്ന് പറഞ്ഞിട്ട് നമ്മൾ പേര് കൊടുക്കുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളോട് പ്രൊഫൈൽ പ്ലെയിൻ അല്ലെങ്കിൽ സൈഡ് വ്യൂ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ സൈഡ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് വാട്ട് യു ഹാവ് ടു ഡ്രോ ഈസ് ഒരു X1 Y1 ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, ഒരു വോൾ വരയ്ക്കാം X1 Y1. ദെൻ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു ഡ്രോ എ ഹൊറിസോണ്ടൽ ലൈൻ ടു ദി X1 Y1. എല്ലാ പോയിന്റുകളിൽ നിന്നും ഹൊറിസോണ്ടൽ ലൈൻസ് നിങ്ങൾ മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ഒരു 45 ഡിഗ്രി ആംഗിൾ എടുക്കുക. 45 ഡിഗ്രി ആംഗിൾ എടുത്തതിന് ശേഷം അവിടുന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? സ്ട്രൈറ്റ് ആയിട്ട് ആ 45 ഡിഗ്രി ആംഗിളിൽ തന്നെ വീണ്ടും ഇവിടെ ഈ ഒരു XY ലൈനിലെ ഈ ഒരു പോർഷനിലേക്ക് നിങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇവിടെ നമുക്ക് ഈ ഒരു എൻഡ് പോയിന്റ്, ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു എൻഡ് പോയിന്റ്, ഞാൻ കാണിക്കുന്ന പോയിന്റിനെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു പോയിന്റിലേക്ക് വന്ന് നിൽക്കുകയാണ്. ഓക്കെ, A എന്നുള്ളൊരു പോയിന്റിലേക്ക് വന്ന് നിൽക്കുകയാണ്. അതുപോലെ തന്നെ 3 എന്നുള്ള പറയുന്ന പോയിന്റ് 3" ആയിട്ട് മാറ്റുകയാണ് നമ്മൾ. സൈഡ് വ്യൂ എപ്പോഴും നമ്മൾ കാണിക്കുമ്പം ഡബിൾ-ലാണ് കാണിക്കേണ്ടത്. ഓക്കെ, ദെൻ ഈ 1 എന്നുള്ളതും 1" അതുപോലെ തന്നെ 3" കിട്ടിക്കഴിഞ്ഞു. അതുപോലെ തന്നെ എല്ലാ ലൈൻസും നിങ്ങൾ ഇവിടെ ഈ ഒരു സൈഡ് വ്യൂവിലേക്ക് മാർക്ക് ചെയ്യുക. ദെൻ നിങ്ങൾ എന്ത് ചെയ്യണം? യെസ്, ഇവിടെ നമുക്ക് O' എന്നുള്ളതിൻ്റെ ഹൈറ്റ് സെയിം ഹൈറ്റ് ഇവിടെ മാർക്ക് ചെയ്യുക.
ഒ ഡബിൾ ഡാഷായി. ഈ ഒ ഡബിൾ ഡാഷിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻറ്റ്സിലേക്ക് ലൈൻസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അതിൻ്റെ സൈഡ് വ്യൂ കിട്ടി കഴിഞ്ഞു. നൗ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ഇതിൻ്റെ അതായത് നമ്മൾ കട്ട് ചെയ്ത പോർഷൻ്റെ സൈഡ് വ്യൂ. സോ ഈ സി ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിവിടെ സെൻറ്ററിലേക്ക് മാർക്ക് ചെയ്യുക. ബി ഡാഷ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ട് അതിന് രണ്ട് സൈഡ് ഉണ്ടാവും. ഈ പോയിന്റിലുണ്ടാവും, ഈ പോയിന്റിലുണ്ടാവും. സോ ബി ഡാഷ് രണ്ട് പോയിന്റിലും നിങ്ങൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ഈ ഒരു എ എന്നുള്ള ഈ ഒരു പോയിന്റിൽ നിന്നാണ് കട്ട് ചെയ്യുന്നത്. സോ ഇവിടെ നിന്ന് നിങ്ങൾ അതിനെ ലൈൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഉള്ളിലുള്ള ഈ ഒരു പോർഷനെ കട്ട് ചെയ്ത പോർഷനെ നിങ്ങൾ ഹാച്ചിങ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി സെക്ഷണൽ വ്യൂ ഓഫ് ദിസ് നമ്മളെ ഈ ഒരു ചിത്രത്തിൻ്റെ സെക്ഷൻ. ഓക്കെ, ആ സെക്ഷൻ എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ വേയിൽ തിങ്ക് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ആ ഒരു കോണ് നിങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു പരാബോളിക് ഒരു ടൈപ്പ് ഷേപ്പ് ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. ജസ്റ്റ് ലൈക്ക് ദിസ് ഒരു പരാബോളിക് ടൈപ്പ് ഷേപ്പ് ആയിരിക്കും നിങ്ങൾ ഹാച്ച് ചെയ്യുക. ഓക്കെ, ഹാച്ചിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ഹാച്ചിങ് ചെയ്യേണ്ടത് എന്നുള്ള വിധം കഴിഞ്ഞതിന് മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ എടുത്തിട്ടുണ്ട്. നൗ ദിസ് വിൽ ബി ഓക്കെ. സോ ഇത് നിങ്ങൾക്ക് പണ്ട് ചോദിച്ച 2-3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സോ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ് ക്വസ്റ്റ്യൻ. സോ യു ഹാവ് ടു സ്റ്റഡി വെരി വെൽ. നൗ വി ആർ ഗോയിങ് ടു നെക്സ്റ്റ് പ്രോബ്ലം. ഓക്കെ, so next problem is which is related with a square prism of base of side which is 30 mm side and height is which is 75 mm which is rest on HP on one of its end with having a two of its rectangular faces equally inclined to the VP. So it is cut by a plane which is perpendicular to VP and inclined to 60 degree to the HP and meeting the axis at 15 mm from the top. So draw its elevation, section plan and also the true shape of the section. So in here you have got a square prism. So square prism എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എല്ലാ സൈഡും സ്ക്വയർ ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, സ്ക്വയർ പ്രിസം എന്ന് പറയുന്നത് അതിൻ്റെ ബേസും അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പും. ഓക്കെ, ബേസ് ആൻഡ് ടോപ്പ് ബോത്ത് ആർ ആക്ച്വലി ഈ പറഞ്ഞ മാതിരി ഒരു സ്ക്വയർ ഷേപ്പ് ആയിരിക്കും. പക്ഷേ അതിൻ്റെ സൈഡുകൾ അതായത് സർഫസുകൾ ആക്ച്വലി ഈ പറഞ്ഞ മാതിരി ഒരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ആവണം നിർബന്ധമില്ല. ഓക്കെ, സോ ദ ഹൈറ്റ് വിൽ ബി ഡിഫറെൻറ്റ് ബട്ട് ദി സ്ക്വയർ ഷേപ്പ് അതായത് ആ ഒരു പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് ആക്ച്വലി പ്രിസത്തിൻ്റെ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് ആക്ച്വലി ടോപ്പ് ബേസും അതുപോലെ തന്നെ ബോട്ടം ബേസും മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, റൈറ്റ്. സോ ഇവിടെ നമ്മൾ എടുക്കുന്ന പ്രോബ്ലം എന്ന് പറയുന്ന ഒരു സ്ക്വയർ പ്രിസമാണ്. ഈ സ്ക്വയർ പ്രിസത്തിന് നമുക്കൊരു ബേസ് സൈഡ് 30 mm ഉണ്ട്. ഓക്കെ, 30 mm ആണ് അതിൻ്റെ സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി 75 mm ആണ്. അതുപോലെ തന്നെ വിച്ച് ഈസ് റെസ്റ്റ് ഓൺ HP ഓൺ വൺ ഓഫ് ഇറ്റ്സ് എൻഡ് with the two of its rectangular faces equally inclined to the VP. സോ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പ്രോബ്ലത്തിൽ. ഓക്കെ, സോ അതായത് വിച്ച് ഈസ് റെസ്റ്റ് ഓൺ HP-ൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ രണ്ട് എൻഡുകൾ രണ്ട് എൻഡുകൾ അതായത് വിച്ച് ഈസ് വൺ ഓഫ് ഇറ്റ്സ് എൻഡ് വിത്ത് ദ ടു ഓഫ് ഇറ്റ്സ് റെക്റ്റാങ്കുലർ ഫേസസ് ഈക്വലി ഇൻക്ലൈൻഡ് എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ കയ്യിലിപ്പോൾ ഒരു സ്ക്വയർ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലൊരു പ്രിസം ഉണ്ടെന്ന് വിചാരിക്കാം. ഈ പ്രിസത്തിൻ്റെ രണ്ട് എൻഡ് അതായത് രണ്ട് എൻഡ് എന്ന് ഇവിടെ ആദ്യം ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് എൻഡും ബോട്ടം എൻഡും. ഓക്കെ, അതിലൊരു ഒന്നാമത്തെ എൻഡിലാണ് ഈ പറഞ്ഞ മാതിരി HP-യിലാണ് നിൽക്കുന്നത്. സോ നമുക്ക് രണ്ട് പ്ലെയിൻ ഉണ്ട്, ഒരു VP പ്ലെയിനും അതുപോലെ തന്നെ ഒരു HP പ്ലെയിനും ഉണ്ട്. HP പ്ലെയിനിൻ്റെ മുകളിലേക്ക് ഞാൻ ഈ ഒരു പ്രിസം എടുത്ത് വെക്കുകയാണ്. ഓക്കെ, ഒരു പ്രിസം സ്റ്റാൻഡിങ് പൊസിഷനിൽ വെക്കുകയാണ്. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ VP പ്ലെയിനിൻ്റെ മുമ്പിൽ നിന്ന് അതിനെ ഈക്വലായിട്ട് അതായത് ഈ സ്ക്വയറിൻ്റെ ടോപ്പിൽ നിന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ടോപ്പ് സൈഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ ടോപ്പ് സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈക്വലി ഇൻക്ലൈൻഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ 45 ഡിഗ്രി രണ്ട് സൈഡിലും 45 വേണം. ഓക്കെ, ഈക്വലി ഇൻക്ലൈൻഡ് ആക്കണം ഇവിടെ രണ്ട് സൈഡിലും 45 ഡിഗ്രി ആംഗിൾ വേണം. ഓക്കെ, അപ്പോൾ മാത്രമേ ഇത് ഈ ഒരു പോർഷൻ ഈക്വൽ ആക്കുള്ളൂ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ഫിഗറിൽ കാണിച്ചു തരുന്ന ഞാൻ ഇവിടെ പോയിന്റിൽ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് ഈക്വലി ഇൻക്ലൈൻഡ് ആക്കണം എന്നുണ്ടെങ്കിൽ 45 ഡിഗ്രി രണ്ട് ആംഗിളും ഇവിടെ എടുക്കുക. ഓക്കെ, റൈറ്റ്. സോ ദിസ് ഈസ് ആക്ച്വലി ദി ടോപ്പ് വ്യൂ ഓഫ് ദിസ് സ്ക്വയർ പ്രിസത്തിൻ്റെ ടോപ്പ് വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. നൗ ഇറ്റ് ഈസ് കട്ട് ബൈ എ പ്ലെയിൻ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു VP ആൻഡ് ഇൻക്ലൈൻഡ് 60 degree to the HP. Okay, so it is cut by a plane which is perpendicular to HP. ഓക്കെ, പെർപെൻഡിക്കുലർ ടു HP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ കയ്യിലൊരു ബോർഡ് അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ഉണ്ട് വിചാരിക്കുക, കട്ടിംഗ് പ്ലെയിൻ ഉണ്ട് വിചാരിക്കുക. ഈ കട്ടിംഗ് പ്ലെയിൻ നിങ്ങൾക്ക് പെർപെൻഡിക്കുലർ ടു HP-ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഉണ്ടാവുന്നത്. ഓക്കെ, HP-ക്ക് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ 60 degree to VP-യും കൂടിയാണ്. അതായത് നിങ്ങളുടെ കയ്യിലുള്ള പ്ലെയിൻ എന്ന് പറയുന്നത് VP ആയിട്ടൊരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അതായത് HP ആയിട്ടൊരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ VP ആയിട്ട് പെർപെൻഡിക്കുലർ എന്നുള്ളതിലാണ് നിൽക്കുന്നത്. ഓക്കെ, സോ
പെർപെൻഡിക്കുലർ ടു വി പി ആൻഡ് ഇൻക്ലൈൻഡ് വിത്ത് എച്ച് പി എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു സെക്ഷനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മളുടെ ഈ ഒരു കട്ടിംഗ് പ്ലെയിൻ വരിക എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ ആ ഒരു പോർഷൻ നിങ്ങളൊന്ന് ആ ഒരു പി പി ടിയിൽ നിന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഒരു ആംഗിളായിട്ടാണ് നമുക്ക് വരുന്നത്. ആക്ച്വലി ഒരു ആംഗുലർ രീതിയിലാണ് നമുക്ക് ഈ പറഞ്ഞ കട്ടിംഗ് പ്ലെയിൻ വരുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ആംഗിൾ. അപ്പോൾ 60 ഡിഗ്രി എച്ച് പി ആയിട്ട് 60 ഡിഗ്രി ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അതൊരു പെർപെൻഡിക്കുലർ ടു വി പി ആയിരിക്കും. ഓക്കെ, റൈറ്റ്. സോ ദിസ് ഈസ് ആക്ച്വലി യു ഹാവ് ടു ടേക്ക് ദ 60 ഡിഗ്രി ആംഗിൾ വിത്ത് എച്ച് പി. ആൻഡ് ദെൻ അതിൽ പറഞ്ഞ വേറെ കണ്ടീഷനും കൂടി ഉണ്ട്. ആൻഡ് ദ മീറ്റിംഗ് ദി ആക്സിസ്, നമ്മൾ കട്ടിംഗ് പ്ലെയിൻ ആക്സിസ് വിച്ച് ഈസ് 15 mm ഫ്രം ദ ടോപ്പ്, ടോപ്പിൽ നിന്ന് 15 mm താഴത്തായിരിക്കണം അതിൻ്റെ ആക്സിസുമായിട്ട് ഈ കട്ടിംഗ് പ്ലെയിൻ മീറ്റ് ചെയ്യേണ്ടതുള്ളത്. സോ ഇവിടുത്തെ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ഫ്രണ്ട് വ്യൂ വരച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾ കട്ടിംഗ് പ്ലെയിൻ 60 ഡിഗ്രി ആംഗിൾ വിത്ത് മാത്രമല്ല ഒരു 15 mm ഫ്രം ദ ടോപ്പ്, ഈ ഒരു പ്രിസത്തിൽ നിന്ന് ടോപ്പിൽ നിന്ന് 15 mm താഴോട്ടേക്ക് വന്ന ഒരു പോയിന്റ്, ആക്സിസിലൊരു പോയിന്റ്, ആ പോയിന്റുമായിട്ടും മീറ്റ് ചെയ്യണം. ഓക്കെ, ഈ രണ്ട് കണ്ടീഷനാണ് നമ്മളെ ഈ ഒരു പ്രിസത്തിന് പറഞ്ഞിരിക്കുന്നത്. സോ ബിഫോർ ഗോയിങ് ടു ദാറ്റ്, ഇനി കൂടുതൽ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഹൗ യു ഹാവ് ടു ഗോ ടു സ്റ്റാർട്ട് ദിസ് പ്രോബ്ലം ആക്ച്വലി. ഓക്കെ, സോ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജ് എന്താണ്, യു ഹാവ് ടു ഡ്രോ എൻ എക്സ് വൈ ലൈൻ. ഓക്കെ, ഒരു എക്സ് വൈ ലൈൻ വരയ്ക്കുക. അതിനുശേഷം നമ്മളൊരു പ്രിസം വരയ്ക്കണം. സോ പ്രിസം വരയ്ക്കുന്നതിന് മുന്നേ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പ്രിസം ഈസ് സ്റ്റാൻഡിങ് ഓൺ അല്ലെങ്കിൽ റെസ്റ്റിംഗ് ഓൺ ദി എച്ച് പി, എച്ച് പിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അത് നിൽക്കുന്നത് എവിടെയാണ്, വൺ ഓഫ് ദി ടു എൻഡ് ഫേസസ്, ഏതോ രണ്ട് ഫേസസിൻ്റെ മുകളിൽ. ഓക്കെ, സോ അതിന് സ്ക്വയർ ഫേസ് എന്ന് പറയുന്നില്ല, ആക്ച്വലി രണ്ട് ഓഫ് ദി എൻഡ് സ്ക്വയർ ഫേസസിലാണ് നിൽക്കുന്നത്. അതായത് അതിൻ്റെ ബേസ് സൈഡ് എന്ന് പറയുന്നത് 30 mm ആണ്, ഹൈറ്റ് 75 mm ആണ്. ആൻഡ് വൺ ഓഫ് എൻഡ് ഫേസസിലാണ് നിൽക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മുകൾ ഭാഗത്തോ അല്ലെങ്കിൽ താഴെ ഭാഗമോ ഈ പറഞ്ഞ മാതിരി ഈ ഒരു നമ്മുടെ ഒരു എച്ച് പി പ്ലെയിനിലേക്ക് വന്ന് നിൽക്കുന്ന മാതിരിയാണ് നിൽക്കുന്നത്. സോ നമ്മൾ വരയ്ക്കുന്നത്, പിന്നെ അത് കൂടാതെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈക്വലി ഇൻക്ലൈൻഡ് ആണ് അതിൻ്റെ രണ്ട് സർഫസ്, റെക്റ്റാങ്കിൾ സർഫസ് ഈക്വലി ഇൻക്ലൈൻഡ് എന്ന് പറയുമ്പോൾ ഇതുപോലൊരു ഡയമണ്ട് ഷേപ്പിലായിരിക്കും നമുക്ക് ഈ ഒരു പ്രിസം വരയ്ക്കേണ്ടത്. ഓക്കെ, സ്ക്വയർ ആയതുകൊണ്ടാണ് നമ്മൾ 30 എന്ന് പറഞ്ഞ് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, സ്ക്വയർ 30 എന്ന് പറഞ്ഞാൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. നൗ ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പേര് കൊടുക്കാം, ABCD എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, റൈറ്റ്. അപ്പം നമുക്ക് ഇതിൻ്റെ ആദ്യത്തെ ടോപ്പ് വ്യൂ വരച്ചു. ഇനി അവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ മുകളിൽ രണ്ട് ലൈൻസ് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എച്ച് പി കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, എച്ച് പി കിട്ടിക്കഴിഞ്ഞു. അതായത് നമുക്കതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ കിട്ടിക്കഴിഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പ് വ്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടിംഗ് പ്ലെയിൻ വരയ്ക്കണം. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കണ്ടീഷനിൽ 15 ആക്സിസിൽ നിന്ന് 15 mm. സോ ആക്സിസ് ലൈൻ ആദ്യം എടുക്കുക. ഇതാണ് നമ്മളെ ആക്സിസ് ലൈൻ. ഈ ആക്സിസ് ലൈനിൽ നിന്ന് ടോപ്പിൽ നിന്ന് നമ്മൾ താഴോട്ടേക്ക് വരിക, 15 mm താഴോട്ട് വന്നൊരു പോയിന്റ് മാർക്ക് ചെയ്തു. ഈ പോയിന്റും നമ്മൾ ഗ്രൗണ്ടും തമ്മിൽ 60 ഡിഗ്രി ആംഗിൾ വരുത്തുന്ന വിധത്തിൽ നമ്മളൊരു ലൈൻ വരയ്ക്കണം. ഓക്കെ, ഇതാണ് നമ്മളെ കട്ടിംഗ് പ്ലെയിൻ്റെ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, കട്ടിംഗ് പ്ലെയിൻ്റെ ലൈൻ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡ്രോ ഇറ്റ്സ് എലിവേഷൻ, സെക്ഷണൽ പ്ലാൻ ആൻഡ് ദ ട്രൂ ഷേപ്പ് ഓഫ് ദി സെക്ഷൻ. അപ്പോൾ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. എലിവേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, എലിവേഷൻ എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂ. സോ ഫ്രണ്ട് വ്യൂ നമ്മൾ വരച്ചു. ആൻഡ് സെക്ഷണൽ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ ചെയ്തിട്ടുള്ള അതിൻ്റെ ടോപ്പ് വ്യൂ. സോ അതാണ് താഴത്ത് കാണിക്കുന്നത്, സെക്ഷൻ ചെയ്തിട്ടുള്ള ടോപ്പ് വ്യൂ ആണ് നമുക്ക് കാണിക്കുന്നത്. അതുകൂടാതെ ട്രൂ ഷേപ്പ് ഓഫ് ദി സെക്ഷൻ. സോ ദിസ് വിൽ ബി ദ ട്രൂ ഷേപ്പ് ആക്ച്വലി. അതായത് നമുക്ക് ആ ഒരു അവിടെ കാണുന്ന ഷേപ്പ് മാത്രം നമ്മൾ എടുക്കുന്നതാണ് നമ്മളെ ട്രൂ ഷേപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ ഒരു സൈഡിൽ നമുക്കൊരു ഷൈനി പാർട്ട് കിട്ടും. ഓക്കെ, ആ ഷൈനി പാർട്ടിൻ്റെ മാത്രമാണ് നമ്മൾ അതിനെ ട്രൂ ഷേപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റൈറ്റ്. സോ വാട്ട് യു ഹാവ് ടു ഡു ഈസ്, നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടുന്ന് നമ്മൾ ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് കട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ നമ്മളൊരു കട്ടിങ് പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കട്ടിങ് ചെയ്ത് ഇവിടുത്തെ ഈ ഒരു പീസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പോയിന്റുകൾ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണം, നമ്മളുടെ എച്ച് പിയിൽ മാർക്ക് ചെയ്യുക. സോ ഇവിടെ നമുക്ക് കട്ടിങ് ലൈൻ പോകുന്ന പോയിന്റുകളെയാണ് നമ്മൾ A', B', അതുപോലെ തന്നെ C' എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ A', B', C' ഈ ടോപ്പ് വ്യൂവിൽ എന്താ മാറ്റം വരുത്തുന്നത്, A' വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് Aയിൽ തന്നെയാണ് വരിക. അതുപോലെ തന്നെ B' എന്ന് പറയുന്ന പോയിന്റ് ഈ ഒരു പോയിന്റിലും അതുപോലെ തന്നെ ഈ താഴത്തുള്ള B പോയിന്റിലും വരും. C' എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, റൈറ്റ്. ഒരു മിനിറ്റ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു പോയിന്റ്, ഇവിടെ നിങ്ങൾക്ക് സിൻ്റെ പോയിന്റ്, അതായത് C' പോയിന്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും.
ഓക്കെ, സിയും C0 എന്ന് പറഞ്ഞ ഈ ഒരു ലൈനാണ് വരുന്നത്, അത് ഇവിടെ കാണാൻ പറ്റും. സോ ഇത്രയും ഭാഗം നിങ്ങൾ ടോപ്പ് പോയിന്റിൽ നിന്ന് ഇവിടെ ഇങ്ങനെ ഒരു വീട്ടിൽ ഒരു പ്ലെയിൻ വന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് പോർഷൻ ഈസ് റിമൂവ്ഡ് ആക്ച്വലി. ഈ ഒരു പോർഷൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ടോപ്പിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇവിടെ ഒരു പോയിന്റ് കാണാം, ഇവിടെ ഒരു പോയിന്റും ഇവിടെ ഒരു പോയിന്റും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് നിങ്ങൾക്ക് ഇവിടെ മുകളിൽ ഈ ഒരു ഹാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ടോപ്പ് വ്യൂവിൽ കാണിക്കുന്നത്. നൗ ഈ കട്ട് ചെയ്ത പോർഷൻ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? യെസ്, ഒരു ഓക്സിലറി ലൈൻ വരച്ചതിന് ശേഷം അതിൻ്റെ ഡിസ്റ്റൻസ് എടുത്ത് നമ്മൾ മാർക്ക് ചെയ്യണം. സോ ഓക്സിലറി ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു x1 y1 എന്ന് പറയുന്ന ഒരു ഓക്സിലറി ലൈൻ ഇതിനെ എടുക്കുകയാണ്. ഇതിൻ്റെ സെക്ഷണൽ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഓക്സിലറി ലൈൻ x1 y1 വരയ്ക്കുന്നു. എന്നിട്ട് A' നിന്നൊരു ലൈൻ സ്ട്രെയിറ്റ്, അതുപോലെ തന്നെ B' നിന്നൊരു ലൈൻ സ്ട്രെയിറ്റ്, അതുപോലെ തന്നെ C' നിന്നൊരു സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, വിച്ച് ഈസ് 90 ഡിഗ്രി വിത്ത് ദിസ് x1 y1. ഓക്കെ, ഇവിടെ 90 ഡിഗ്രി നിങ്ങൾ ഉണ്ടാക്കണം. ഓക്കെ, നൗ ഇവിടെ നിന്ന് നമുക്ക് A' നിന്ന്, അതായത് A1 നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് A, ആ ഡിസ്റ്റൻസ് ആയിരിക്കും ഇവിടെ നിന്ന് താഴോട്ടേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അതുപോലെ തന്നെ ഈ B0 നിന്ന്, അതായത് B0' നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് ഇവിടെ നിൽക്കുന്നത്, ആ ഡിസ്റ്റൻസ് ആയിരിക്കും B1' നിന്ന് ഈ ഡിസ്റ്റൻസ്. അതുപോലെ തന്നെ C0' നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് ഈ താഴോട്ടേക്ക് നിൽക്കുന്നത്, അത് തന്നെയായിരിക്കും C1' നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അതുപോലെ തന്നെ മറ്റേ എൻഡും, ഇപ്പോൾ ഇവിടെ എനിക്ക് പോയിൻ്റർ കിട്ടുന്നില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് എത്ര ഡിസ്റ്റൻസാണ് കിട്ടുന്നത് എന്നുള്ളത്. ബിയിൽ നിന്ന് ഇവിടെ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ട്. ബിയിൽ നിന്ന് നമ്മൾ XY ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എവിടെ, ഈ ഒരു B1' നിന്ന് B വരെയുള്ള ഡിസ്റ്റൻസ്. B1' നിന്ന് B വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു. ആ ഡിസ്റ്റൻസ് എടുക്കുന്നത് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് താഴത്തുള്ള പ്ലെയിനിൽ നിന്ന് മുകളിലേക്ക് നമ്മൾ ഇവിടുന്ന് ഈ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുമല്ലോ, ആ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് നമ്മൾ നേരത്തെ മുമ്പ് ഇതേപോലത്തെ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ പോയിന്റുകളെല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വിഡ്ത്തും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ലെങ്ത്തും കിട്ടും. ഓക്കെ, ട്രൂ ഷേപ്പ് എന്ന് പറയുന്നത് വെറുതെ നമ്മൾ വരച്ചാൽ മാത്രം പോരാ, ട്രൂ ഷേപ്പിലുള്ള അതിൻ്റെ ഡിസ്റ്റൻസസ് എത്രയൊക്കെയാണെന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യും കൂടെ ചെയ്യണം. ഓക്കെ, സോ അപ്പോൾ മാത്രമേ നമുക്ക് ട്രൂ ഷേപ്പ് കിട്ടത്തുള്ളൂ. റൈറ്റ്, സോ ഇതാണ് ഈ പ്രോബ്ലം. സോ ഈ പ്രോബ്ലം കൂടെ മനസ്സിലാക്കാം. ഇനി അടുത്തൊരു പ്രോബ്ലം, അഞ്ചാമത്തെ പ്രോബ്ലം. ഓക്കെ, സോ ഈ പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് ഒരു മിനിറ്റ്, ഈ പ്രോബ്ലത്തിൽ നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം പറയാം. പ്രോബ്ലം നമ്പർ 5 വിച്ച് ഈസ് എ പെൻഡഗണൽ പിരമിഡ്. ഒരു പെൻഡഗണൽ പിരമിഡിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വിച്ച് ഈസ് ഹാവിംഗ് എ ബേസ് ഓഫ് 30 mm സൈഡ്. ഓക്കെ, and the axis height is 75 mm, which is resting on the ground on one of its triangular faces. Its axis is being parallel to VP, and it is cut by a section plane which is perpendicular to VP and inclined 45 degree to HP, and passing through the midpoint of the top view of axis and the apex portion being removed. Draw the sectional top view, front view and the true shape of the section. ഓക്കെ, സോ നേരത്തെ നമ്മൾ തന്നിരിക്കുന്ന അതേപോലത്തെ ഒരു പ്രോബ്ലം തന്നെയാണ്, പക്ഷേ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പെൻഡഗണൽ പിരമിഡാണ്. അതിൻ്റെ ബേസ് ലെങ്ത് തന്നിട്ടുണ്ട് 30 mm സൈഡ്, ആൻഡ് ഓൾസോ ദിസ് ഹൈറ്റ് തന്നിട്ടുണ്ട് 75 mm. സോ അതിൽ പറയുന്നത് മാത്രമല്ല, ഇറ്റ്സ് വൺ ഓഫ് ദ ട്രയാങ്കുലർ ഫേസസ് ഓഫ് ദി ആക്സിസ് ഇസ് പാരലൽ ടു VP എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ വൺ ഓഫ് ദി ട്രയാങ്കുലർ ഫേസസ് വിച്ച് ഈസ് ആക്സിസ് ഈസ് ബീയിങ് പാരലൽ ടു VP. ഓക്കെ, സോ എവിടെയാണ് VP വരുന്നത്? ആക്ച്വലി VP വരുന്നത് വൺ ഓഫ് ദി ട്രയാങ്കുലർ ഫേസസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇതാണ്, അതിൻ്റെ വിച്ച് ഈസ് പാരലൽ ടു VP. ഓക്കെ, VPക്ക് പാരലൽ ആയിട്ടാണ് വരുന്നത് എന്നുള്ളത്. റൈറ്റ്, സോ ആൻഡ് ഇറ്റ് ഇസ് കട്ട് ബൈ എ സെക്ഷൻ പ്ലെയിൻ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു VP ആൻഡ് ഇൻക്ലൈൻഡ് 45 degree to HP. ഓക്കെ, റൈറ്റ്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു XY ലൈൻ വരയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഒരു പെൻഡഗണൽ വരയ്ക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വൺ ഓഫ് ദി ആക്സിസ്. ഓക്കെ, ട്രയാങ്കുലർ ഫേസസ് എന്ന് പറയുന്നത് ഇതാണ്. ആ ട്രയാങ്കുലർ ഫേസസിൻ്റെ ആക്സിസ് ഈസ് ബീയിങ് പാരലൽ ടു VPക്ക് പാരലൽ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അതിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ് ആക്സിസ്. അതായത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഈ ഡിസ്റ്റൻസിൽ താഴത്ത് കാണുന്ന ഈ ഡിസ്റ്റൻസ്, ഒരു മിനിറ്റ്, അതായത് ഈ ലൈൻ, ഇപ്പോൾ ഈ കാണുന്ന ഈ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണുന്ന ഈ ലൈനില്ലേ, ഈ ലൈനാണ് അതിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത്. ഒരു ട്രയാങ്കുലർ ഫേസിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഈ ലൈൻ ആയിരിക്കും. അത് വിച്ച് ഈസ് പാരലൽ ടു
ഈ ഒരു ലൈൻ എക്സ് വൈ ലൈനിക്ക് പാരലൽ, അതായത് ഇതാണ് വി പി എന്ന് പറയുന്നത്, വി പിക്ക് പാരലൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ശ്രദ്ധിക്കുക, വളരെയധികം ശ്രദ്ധിക്കുക. ഓക്കെ, ക്വസ്റ്റ്യനിൽ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് കട്ട് ബൈ എ സെക്ഷൻ പ്ലെയിൻ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു വി പി. ഓക്കെ, ഒരു സെക്ഷൻ പ്ലെയിൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ സെക്ഷൻ പ്ലെയിൻ. ഈ സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു വി പി ആണ്, പക്ഷേ ഇൻക്ലൈൻ 45 ഡിഗ്രി ടു എച്ച് പിക്ക് 45 ഡിഗ്രി ആംഗിളാണ്. സോ ഇവിടുന്ന് നിങ്ങൾ നോക്കുമ്പോൾ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ പെർപെൻഡിക്കുലർ ആണ്, വി പിക്ക് പെർപെൻഡിക്കുലർ ആണ്, പക്ഷേ ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി എന്നും കൂടെ പറയുന്നുണ്ട്. ഓക്കെ, 45 ഡിഗ്രി. ദെൻ ആൻഡ് പാസിങ് ത്രൂ ദ മിഡ് പോയിൻ്റ് ഓഫ് ദി ടോപ്പ് വ്യൂ ഓഫ് ദി ആക്സിസിൻ്റെ ടോപ്പിൽ നിന്നുള്ള അവിടുന്ന് മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഏതാണ് പോയിൻ്റ്? കളർ മാറ്റി തരാം, ഒരു മിനിറ്റ്. സോ ഇതാണ് നമ്മളെ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത്, ഞാൻ മാർക്ക് ചെയ്ത മിഡ് പോയിൻ്റ്. ആ മിഡ് പോയിൻറ്റിലൂടെയും അത് പാസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്, അതായത് സെക്ഷൻ പ്ലെയിൻ പാസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അതാണ്. സോ 45 ഡിഗ്രി മാത്രമല്ല അതിൻ്റെ വിച്ച് ഈസ് നമ്മുടെ കട്ടിങ് പ്ലെയിൻ പാസ് ചെയ്യുന്നത് അതിൻ്റെ അതിൻ്റെ മിഡ് പോയിൻറ്റിലൂടെയാണ്, അതായത് ഈ ഒരു നമ്മുടെ ആക്സിസിൻ്റെ മിഡ് പോയിൻറ്റിലൂടെയാണ് പാസ് ചെയ്യുന്നത്. സോ ആക്സിസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ആക്സിസിൻ്റെ മിഡ് പോയിൻറ്റ് കണ്ടുപിടിക്കുക, ആ മിഡ് പോയിൻറ്റിലൂടെയും കൂടിയാണ് അത് പാസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പെക്സ് പോർഷൻ ഈസ് ബീങ് റിമൂവ്ഡ്. അപ്പെക്സ് പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ് അപ്പെക്സ് പോർഷൻ. ആ പോർഷൻ റിമൂവ് ചെയ്യുകയാണ്. എന്നിട്ട് അതിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കുക, ഫ്രണ്ട് വ്യൂ വരയ്ക്കുക, അതുപോലെ തന്നെ ട്രൂ ഷേപ്പ് വരയ്ക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇവിടെ കുറേ ഡോട്ടഡ് ലൈൻസ് കാണാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അപ്പെക്സ് റിമൂവ് ചെയ്തതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഡാഷഡ് ലൈൻസിൽ കാണാനുള്ള കാരണം. ഓക്കെ, ആ ഒരു പോർഷൻ റിമൂവ് ചെയ്തതുകൊണ്ടാണ് നമുക്ക് അത്രയും ഡാഷഡ് ലൈൻസിൽ കാണാനുള്ള കാരണം. ഓക്കെ, റൈറ്റ്. സോ നൗ ഇനി ചെയ്യേണ്ടത് നിങ്ങൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ എക്സ് വൈ ലൈൻ വരച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പെൻഡഗൺ വരയ്ക്കണം. ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആക്സിസ് ഈസ് പാരലൽ, വൺ ഓഫ് ദി ട്രയാങ്കുലർ ഫേസസ് തന്നെ ആക്സിസ് പാരലാണ്. സോ ഇതാണ് അതിൻ്റെ ട്രയാങ്കുലർ ഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ട്രയാങ്കുലർ ഫേസിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ്, വിച്ച് ഈസ് പാരലൽ ടു വി പി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, പെൻഡഗൺ വരയ്ക്കുക. ആ ഒരു ഷേപ്പ് വെച്ചിട്ട് നമ്മൾ പെൻഡഗൺ വരച്ചു. പെൻഡഗണിന് പേര് കൊടുക്കുക. ഓക്കെ, പി ക്യു ആർ എസ് ടി ഏത് വേണമെങ്കിലും പേര് കൊടുക്കാം. അതിൻ്റെ ടോപ്പ് വ്യൂ വരച്ചു. ഓക്കെ, അതായത് അതിൻ്റെ ടോപ്പ് വ്യൂവും അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ട് വ്യൂവും വരച്ചു കഴിഞ്ഞു. ഫ്രണ്ട് വ്യൂവിൻ്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 75. സോ ദെൻ ഓ ഡാഷ് നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഓ ഡാഷ് നമ്മൾ കാണിക്കുകയാണ്. അതുപോലെ തന്നെ പി എന്ന് പറയുന്നത് അതിൻ്റെ ഡൗൺ പോർഷനിലാണ്. ഓക്കെ, റൈറ്റ്. നൗ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇത്രയും പോയിന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ ഈ ഒരു പോർഷനും അതുപോലെ തന്നെ ഈ ഒരു പോർഷനും കഴിഞ്ഞു. നൗ ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വിച്ച് ഈസ് 45 ഡിഗ്രി. ഓക്കെ, നമ്മൾ ഈ ഒരു നമ്മളെ ബോഡി, ഈ ഒരു നമ്മുടെ ഷേപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി വിച്ച് ഈസ് ട്രയാങ്കുലർ ഫേസിലാണ് കിടക്കുന്നതെന്ന് പറയുന്നുണ്ട്. വൺ ഓഫ് ദി ട്രയാങ്കുലർ ഫേസിലാണ് കിടക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ വൺ ഓഫ് ദി ട്രയാങ്കുലർ ഫേസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇതാണ് ട്രയാങ്കുലർ ഫേസ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം. വൺ ഓഫ് ദി ട്രയാങ്കുലർ ഫേസ് എന്ന് പറയുന്നത് ഈ ഒരു ട്രയാങ്കുലർ ഫേസ് ആണ്. ഈ ട്രയാങ്കുലർ ഫേസ് പാരലായിട്ട് കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഷേപ്പ് ഇപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ആ ട്രയാങ്കുലർ ഫേസ്. ആ ട്രയാങ്കുലർ ഫേസ് ആണ് നമ്മളെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിടക്കുന്നത് ആക്ച്വലി. ഓക്കെ, സോ ഹൊറിസോണ്ടൽ പ്ലെയിൻ അത് കിടക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, അങ്ങനെ കിടക്കുന്ന സമയത്ത് നമുക്കറിയാം ഇത് ഓട്ടോമാറ്റിക്കായി ഇതിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും, ഇവിടുന്ന് ചരിഞ്ഞിട്ട് ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെയായിരിക്കും വരിക ആക്ച്വലി. ഓക്കെ, നമ്മളെ ഷേപ്പ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് ചരിഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെ ഷേപ്പ് വരുന്നത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ കിടക്കുക, അതായത് ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്നുമില്ല, നമ്മളതിനെ ആ ഒരു ട്രയാങ്കുലർ ആയിട്ടുള്ള ആ ഒരു ഇതിൽ നമ്മൾ കിടത്താണ്. അതായത് പെൻഡഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് 5 കോർണേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിൽ ട്രയാങ്കുലർ ഫേസസും ഈ പറഞ്ഞ മാതിരി 5 ഉണ്ടായിരിക്കും. അതിലൊരു ഹെഡ് ഉണ്ടായിരിക്കും, ഒരു എപെക്സ് പോയിൻ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ മൊത്തത്തിൽ ഇതിനൊന്ന് റൊട്ടേറ്റ് ചെയ്യാണ് ആക്ച്വലി ചെയ്യുന്നത്. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനെ ഒരു കിടത്തി വെച്ച മാതിരി അതാ പറയുന്നത്. വൺ ഓഫ് ദി ട്രയാങ്കുലർ ഫേസസിലാണ് ഇത് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഷേപ്പ് വരുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി അതായത് ഈ ഒരു ഷേപ്പ് വരും. ഓക്കെ, റൈറ്റ്, ഈ ഒരു ഷേപ്പിലേക്ക് അത് കിടക്കുകയാണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ സെൻട്രൽ പോയിൻറ്റിലും അതുപോലെ തന്നെ 45 ഡിഗ്രി ആംഗിളും ചെയ്തിട്ട് നമ്മളൊരു സെക്ഷൻ പ്ലെയിന് വരയ്ക്കുകയാണ്. സോ സെൻട്രൽ പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ആക്സിസ് നമ്മൾ അതായത് 45 ഡിഗ്രി ആംഗിൾ മാർക്ക് ചെയ്തിട്ട് നമ്മളൊരു സെക്ഷൻ പ്ലെയിൻ വരച്ചു. ഓക്കെ, സോ ദിസ് വിൽ ബി ദ സെക്ഷൻ പ്ലെയിൻ ആൻഡ് ഞാൻ വരച്ചത് ഇതാണ് സെക്ഷൻ പ്ലെയിൻ വരുന്നത്. സെക്ഷൻ പ്ലെയിൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഓരോ പോയിൻറ്റ്സുകൾ കിട്ടും അല്ലേ. സോ ഈ സെക്ഷൻ പ്ലെയിൻ കഴിഞ്ഞതിന് ശേഷമുള്ള ഈ ഒരു പോർഷൻ, അതായത് നമ്മളുടെ ഈ ഒരു എൻ്റയർ പാർട്ട്, ഈ ഒരു ഫസ്റ്റ് കാണുന്ന ഈ ഒരു എൻ്റയർ പാർട്ട് നമുക്ക് റിമൂവ് ചെയ്യണം. ഓക്കെ, ആ റിമൂവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് പാർട്ടാണ് നമ്മളിവിടെ ട്രൂ ഷേപ്പും അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പും കാണിക്കേണ്ടത്. ഓക്കെ, റൈറ്റ്. സോ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഇനി നമ്മൾ എന്ത് ചെയ്യാം, നേരെ താഴോട്ടേക്ക് നമുക്ക് അതിൻ്റെ
ഷേപ്പ് കിട്ടണം. സോ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ലൈൻസിൽ നിന്നും വെർട്ടിക്കൽ ലൈൻസ്, ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കുക. ഓക്കെ, സോ വെർട്ടിക്കൽ ലൈൻസ് ഓരോ പോയിന്റിൽ നിന്നും വെർട്ടിക്കൽ ലൈൻസ് താഴോട്ടേക്ക് വരയ്ക്കുക. അതുപോലെ തന്നെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ ലൈൻസ് നമ്മൾ വരയ്ക്കുന്നു. ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഷേപ്പ് കിട്ടും. ഓക്കെ, സോ നമുക്ക് ഇതുപോലത്തെ ഒരു ഷേപ്പ്, ഈ ഒരു ഷേപ്പ് കിട്ടും, നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടുന്നു. ഈ ഷേപ്പിൽ നമുക്ക് എല്ലാ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റുകളും ഇതൊക്കെ മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ഇനീഷ്യലി ഇതൊരു ഡാർക്കനായിരിക്കും. ലേറ്റർ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഒന്ന് ഈ ഒരു ഇതിനെ ഡാഷഡ് ലൈൻസിൽ റെപ്രസെൻറ്റ് ചെയ്യണം. ഇനീഷ്യലി അതൊരു ഡാർക്കൻ ചെയ്തിട്ടുള്ള ഒരു സെക്ഷൻ ആയിരിക്കും നമുക്ക് ടോട്ടലി കിട്ടുക. ഓക്കെ, നമ്മൾ ആദ്യം വരയ്ക്കുന്ന സമയത്ത്. ഓക്കെ, നൗ വളരെ കെയർഫുൾ ആയിരിക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഓരോ പോയിൻറ്റും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ പോയിൻറ്റും നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ കട്ടിംഗ് പ്ലെയിനിൽ നിന്ന് കിട്ടുന്ന ഓരോ പോയിൻറ്റുകളും സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ട് വരയ്ക്കുക. ഓക്കെ, അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ ലൈൻസുമായിട്ട് മീറ്റ് ചെയ്യുക. ഓക്കെ, ഹൊറിസോണ്ടൽ ലൈൻസുള്ള പോയിൻറ്റുകളിൽ മീറ്റ് ചെയ്യുക. അങ്ങനെ മീറ്റ് ചെയ്യുന്ന കഴിയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഇതുപോലെ ഒരു ഷേപ്പായിരിക്കും നമുക്ക് ട്രൂ സെക്ഷനായിട്ട് അല്ലെങ്കിൽ ട്രൂ ഷേപ്പായിട്ട് നമുക്ക് കിട്ടുന്നത്. ആ പോയിൻറ്റിലൊക്കെ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇതുപോലത്തെ ഒരു ഷേപ്പ് കിട്ടും. ഓക്കെ, ഈ ഷേപ്പിന് ട്രൂ ഷേപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇവിടുന്ന് മുകളിലേക്ക്, അതായത് നമുക്ക് അതിൻ്റെ ട്രൂ ഷേപ്പ് മാത്രമായിട്ട് തന്നെ എടുത്ത് പുറത്തെടുക്കാൻ പറ്റും. അതെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ചെയ്ത മാതിരി തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ എന്ത് ചെയ്യണം, പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഡിസ്റ്റൻസ്, എത്ര ഡിസ്റ്റൻസ് ആണോ നമ്മൾ എടുക്കുന്നത് വെച്ചാൽ ആ ഡിസ്റ്റൻസ് ഇവിടെ നിന്നുള്ള ഈ ഡിസ്റ്റൻസും നമ്മൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ ഒരു ട്രൂ ഷേപ്പ് ഔട്ട് സൈഡിൽ വരയ്ക്കണം. ഓക്കെ, അത് വരയ്ക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ട്രൂ ഷേപ്പ് ഓഫ് ദ സെക്ഷൻ വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്തേക്ക് എടുത്ത് വരച്ചാൽ മാത്രമേ നമുക്കത് പറ്റത്തുള്ളൂ. സോ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, പുറത്തേക്ക് എടുത്ത് വരയ്ക്കണം. അപ്പോൾ ആ ഡിസ്റ്റൻസസ് എന്ന് പറയുന്നത് ഇവിടുന്ന് താഴോട്ടേക്കുള്ള ഈ ഡിസ്റ്റൻസുകളാണ്, ഓരോന്നിൻ്റെയും ഡിസ്റ്റൻസസുകളാണ് നമ്മളിവിടെയും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് യു ക്ലിയർലി അണ്ടർസ്റ്റാൻഡ്. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരു കട്ടിങ് ലൈൻ വരച്ചു. ഇവിടുന്ന് എത്ര ഡിസ്റ്റൻസാണ് ഈ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു XY ലൈനിൽ നിന്ന് മാറ്റിത്തരാം ലൈറ്റ് ഒരു മിനിറ്റ്. XY ലൈനിൽ നിന്ന് നമ്മൾ എത്ര ഡിസ്റ്റൻസാണ് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് വന്നത്, ആ ഡിസ്റ്റൻസ് ആയിരിക്കും ഈ റെഡ് കളറിൽ, അതായത് ഗ്രീൻ കളറിൽ ഞാൻ കാണിച്ച ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ഡിസ്റ്റൻസ് ആയിരിക്കും ഇവിടെ റെഡ് കളറിൽ ഞാൻ കാണിച്ച ഈ ഡിസ്റ്റൻസ്. ഓക്കെ, സോ ആ ഡിസ്റ്റൻസ് നോക്കിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ട്രൂ ഷേപ്പ് കിട്ടും. ഓക്കെ, സോ ട്രൂ ഷേപ്പ് എപ്പോഴും ഹാച്ച് ചെയ്തിട്ടായിരിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തും, പിന്നെ അതുപോലെ തന്നെ ഫൈനലി ഇതിൻ്റെ ഫൈനൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോർഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പം നമ്മൾ ഡാഷഡ് ലൈൻസിൽ റെപ്രസെൻറ്റ് ചെയ്യണം. കാരണം ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് റിമൂവ് ചെയ്തതാണ്. സോ ആ ഒരു പോർഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഡാഷഡ് ലൈൻസിൽ കാണിക്കുക. ക്ലിയർ? ഓക്കെ, സോ നിങ്ങൾക്കിത് ക്ലിയർ ആയെന്ന് മനസ്സിലാവുന്നു. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്രൂപ്പിലേക്ക് അത് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, എനിവേ താങ്ക് യു. സോ ഇത് പറയാൻ ഓക്കെ, എനിവേ ശരി എന്നാൽ ഓക്കെ ബൈ.